യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയ്ക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനും വിജയം. ഇരു ടീമുകളും മത്സരത്തിൽ പിന്നിൽ പോയ ശേഷം ശക്തമായി തിരിച്ചുവരികയായിരുന്നു. ജർമ്മൻ ക്ലബ് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ നേരിട്ട ബാഴ്സലോണ 1-2 ഗോളുകൾക്കാണ് വിജയിച്ചത്. ക്യാമ്പ് നൗവിൽ നടന്ന മത്സരത്തിൽ 21-ാം മിനിറ്റിൽ കനോഫിന്റെ ഗോളിൽ ജർമ്മൻ ക്ലബ് മുന്നിലെത്തി. രണ്ടാം പകുതിയിൽ 50-ാം മിനിറ്റിൽ റാഷ്ഫോർഡിന്റെ മികച്ച ക്രോസിൽ കിടിലൻ ഹെഡർ ഗോളിലൂടെ യൂൾസ് കൂണ്ടെ ബാഴ്സലോണയ്ക്ക് സമനില സമ്മാനിച്ചു. 3 മിനിറ്റിനകം യമാലിന്റെ അസിസ്റ്റിൽ മറ്റൊരു ഹെഡർ കൂടെ ലക്ഷ്യത്തിലെത്തിച്ച് യൂൾസ് കൂണ്ടെ ബാഴ്സയുടെ വിജയമുറപ്പിക്കുകയും ചെയ്തു. ജയത്തോടെ ലീഗിൽ നിലവിൽ 6 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി ബാഴ്സലോണ 14-ാം സ്ഥാനത്തേക്കെത്തി. അതേസമയം ഡച്ച് ക്ലബ് PSVയെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. PSVയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്കായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയം. 10-ാം മിനിറ്റിൽ ടില്ലിന്റെ ഗോളിൽ PSV ലീഡെടുത്തെങ്കിലും 37-ാം മിനിറ്റിൽ ഹൂലിയൻ അൽവാരസിന്റെ ഗോളിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ ഒപ്പമെത്തി. രണ്ടാം പകുതിയിൽ ഡേവിഡ് ഹാങ്കോ, അലക്സാണ്ടർ സോർലോത്ത് എന്നിവരുടെ ഗോളുകളിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയമുറപ്പിച്ചു. 85-ാം മിനിറ്റിൽ പെപ്പി PSVക്കായി ഒരു ഗോൾ മടക്കി. ജയത്തോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് 4 കളികളിൽ നിന്ന് 12 പോയിന്റുമായി ലീഗിൽ നിലവിൽ 7-ാം സ്ഥാനത്തേക്കെത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.